വീട്ടമ്മാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന ദോശൻ്റെയും ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാനിവിടെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്. അതുകൊണ്ട് 15 എണ്ണോളം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 10ഓളം മതിയാവും. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. എരിവ് കുറവ് മതിയെങ്കിൽ എണ്ണം കുറച്ചാലും മതി. ഇനി ഉണക്കമുളകും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. വെളുത്തുള്ളിയും സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി 2 തക്കാളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തക്കാളി അടിപിടിക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. തക്കാളി ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അരക്കാം. ഇല്ലെങ്കിലും നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഇത്. അപ്പോൾ ഇത് നമുക്ക് ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.